തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായി മുന്നോട്ട് പോയത്. ഇപ്പൊ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്രത്തോളം ഒരു ഐക്യം കണ്ടെത്താൻ നമുക്കായില്ല. നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് വിഴുപ്പലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രസ്ഥാനത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന തരത്തിലാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ വി ഡി സതീശനെ തെറി പറയാൻ സമയം കണ്ടെത്തുന്നു. വി ഡി സതീശന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന അനുയായികൾ രമേശ് ചെന്നിത്തലയെയും കെ സി വേണുഗോപാലിനെയും തെറി പറയുന്നു. ഇത്തരത്തിൽ ഇത് എല്ലാവരും കോൺഗ്രസിനകത്ത് എല്ലാവരും യോഗ്യരല്ലേ എന്നൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാറ്റം വരണമെന്ന് കരുതി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു, ഇങ്ങനെ തമ്മിൽ തെല്ലുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല തന്നെ മുൻപൊരു തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ തമ്മിത്തൽ അവസാനിപ്പിച്ചാൽ മതി എന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും പറയുന്നുണ്ടെന്ന്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC സർക്കുലർ ഇറക്കിയാൽ പോലും അത് നേതാക്കന്മാർ വകവെച്ച് കൊടുക്കാറില്ല. അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ജനാധിപത്യത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലിരിക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നത്, ഒരു മാധ്യമങ്ങളുടെ മുമ്പാകെ ബൈറ്റ് കൊടുത്താൽ വലിയ പ്രശ്നമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു നേതാവിനെ പുകഴ്ത്തിയെഴുതുമ്പോൾ സ്വാഭാവികമായും മറ്റു വിഭാഗക്കാരൻ ഇയാളുടെ തെറ്റുകുറ്റങ്ങൾ എഴുതും. ഇത് പരസ്പരം തമ്മിലടിക്കുന്ന ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഒരേ കൊടി പിടിക്കുന്ന ആളുകളാണെന്നൊരു ബോധ്യം നേതാക്കന്മാർക്കുണ്ടാകട്ടെ. ഏപ്രിൽ 9 കേരളം വിധി എഴുതി. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർ തമ്മിലടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായ പോരാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് വി ഡി സതീശന്റെ പേര്, മറ്റൊരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ പേര്, വേറൊരു ഭാഗത്ത് കെ സി വേണുഗോപാലിന്റെ പേര്. ഇനി മറ്റാരുടെയെങ്കിലും പേര് ഉയർന്നു വരുമോ എന്ന് നമുക്കറിയില്ല. BJP നേതാവ് മുൻ DGP കൂടിയ സെൻകുമാർ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ വിധി എഴുതി അതിനു മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ വിധി വരുന്നതിന് മുമ്പ് തന്നെ, വിധി ഫലപ്രഖ്യാപനം നടക്കുന്ന മുമ്പ് തന്നെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമായ കാര്യമാണോ? ഒരിക്കലുമല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമോ എന്നുള്ള, അല്ലെങ്കിൽ അധികാരത്തിൽ വരുമെന്ന് UDF പറയുന്നതാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു, ഒരു മാറ്റമാണോ ജനങ്ങൾ ആഗ്രഹിച്ചത് എന്നൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. അതിന് തൊട്ട് മുന്നേ തന്നെ. എന്നാൽ ഒരാളല്ല അധികാരത്തിൽ വരുന്നത് UDF ആണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള എന്നല്ല, എന്താണ് കഴിവുള്ള ഒന്നിലധികം പേരുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ഒന്നിലധികം പേർക്ക് ഒരു പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിയാകാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ടാലന്റ് ഉണ്ട് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ LDF എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേര് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ സ്ഥാനത്താണ് കോൺഗ്രസ് ഒന്നിലധികം പേരുകൾ ഉയർന്നു വരുന്നത്. അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. എന്നാൽ അതിന്റെ പേരിൽ ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ, അത് വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. നമുക്കറിയാം, എപ്പോഴും തെരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാം തന്നെ കോൺഗ്രസിനോടും, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ തമ്മിൽ തല്ലാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു ഇക്കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായി മുന്നോട്ട് പോയത്. ഈ കഴിഞ്ഞ ഇപ്പൊ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്രത്തോളം ഒരു ഐക്യം കണ്ടെത്താൻ നമുക്കായില്ല. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു മാറ്റമുണ്ടായിരുന്നു. എന്നിട്ടാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതിന്റെ പേരിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ RC-ക്ക് വേണ്ടി ഒരു വിഭാഗം, KC-ക്ക് വേണ്ടി, VD-ക്ക് വേണ്ടി, ഇങ്ങനെ 3 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തെല്ലുന്നത്. എന്താണ് KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പാർട്ടിക്കും നല്ലതല്ല. ഇതൊരിക്കലും കോൺഗ്രസിന് ഒരു തരത്തിലും, കാര്യം സാധാരണക്കാരെ നിഷ്പക്ഷരായ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാറ്റം വരണമെന്ന് കരുതി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു, ഇങ്ങനെ തമ്മിൽ തെല്ലുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല തന്നെ മുൻപൊരു തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ തമ്മിത്തൽ അവസാനിപ്പിച്ചാൽ മതി എന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും പറയുന്നുണ്ടെന്ന്. അതെല്ലാം മനസ്സിലിരിക്കവെയാണ് ഈ നേതാക്കൾ തമ്മിൽ തമ്മിത്തൽ നടക്കുന്നത്. ആദ്യം 2 പേരായിരുന്നു, VD സതീശനെ, രമേശ് ചെന്നിത്തല. കാര്യം നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആയതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അർഹൻ അദ്ദേഹമാണെന്ന് പറയുകയും, എന്നാൽ സംഘടനാ പ്രവർത്തനവും പരിചയസമ്പത്തും എല്ലാം വെച്ച് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലാണെന്ന് ഒരു വിഭാഗവും പറയുമ്പോൾ, ഞാനിവിടെ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു, ഈ 2 പേരും വെട്ടി മറ്റൊരു പേര് വന്നാൽ പോലും ഞെട്ടേണ്ടതില്ല, കോൺഗ്രസ് ആണെന്ന്. ഇപ്പൊ ആ തരത്തിൽ തന്നെയാണ് KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു നിൽക്കുന്നു. സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ AI ഗ്രൂപ്പുകളുടെ പോരായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യക്തികളുടെ പേരിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് കോൺഗ്രസിൽ നടക്കുന്ന തമ്മിൽ ഒരിക്കലും കോൺഗ്രസിന് ഗുണമാകില്ല. അത് ഒരു സംശയമുള്ള കാര്യമല്ല. ഒരിക്കലും കോൺഗ്രസ്, കാര്യം UDF അധികാരത്തിൽ പോലും എത്തിയിട്ടില്ല. അധികാരത്തിൽ പോലും എത്തുന്നതിന് മുൻപ് തന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യും.
തീർച്ചയായും വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നിലപാടിന് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു വിഭാഗം അണികൾ, നമുക്ക് എല്ലാ അണികളെയും കുറ്റം പറയാൻ പറ്റില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആളുകളുണ്ട്, ആ സാമൂഹ്യ മാധ്യമത്തിലെ അണികളും ചില നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കന്മാർക്ക് വേണ്ടിയും മറ്റ് ആളുകൾ, അവരുടെ അനുയായികൾ വ്യാപകമായി പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല, മറ്റു പേരുകൾ, അതായത് ഇപ്പോൾ ഒരു നേതാവിന്റെ അനുയായി മറ്റൊരു നേതാവിനെ പൂർണ്ണമായും തെറി പറയുന്നു, അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നു. രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ത രൂപത്തിൽ അസഭ്യം വിളിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച. അല്ല, ഇത് എതിർചേരിയിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു ആശ്വാസം UDF-കാർക്കും കോൺഗ്രസ്സുകാർക്കും ഉള്ളത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കിട്ടേണ്ട വോട്ടുകൾ പെട്ടിയിലായല്ലോ, അതുകൊണ്ട് ഇനി തമ്മിൽ തല്ലാമെന്ന നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇങ്ങനെ തമ്മിൽ തല്ലിയതെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചർച്ച നടത്തിയാൽ മതിയായിരുന്നു കോൺഗ്രസിന്. പക്ഷേ ഇത് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇന്നത്തോടുകൂടി അവസാനിക്കില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. അതുമാത്രമല്ല, മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ പറയുമ്പോഴും ഈ കോൺഗ്രസിന്റെ തമ്മിലടി കേരളത്തിലെ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ആളുകൾ അധികാരത്തിൽ വന്നാൽ ഇവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചിന്ത കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്കുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. കോൺഗ്രസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ആത്മഹത്യപരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം, പരസ്പരം നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് വിഴുപ്പലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രസ്ഥാനത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന തരത്തിലാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ VD സതീശനെ തെറി പറയാൻ സമയം കണ്ടെത്തുന്നു. VD സതീശന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന അനുയായികൾ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും തെറി പറയുന്നു. ഇത്തരത്തിൽ ഇത് എല്ലാവരും കോൺഗ്രസിനകത്ത് എല്ലാവരും യോഗ്യരല്ലേ എന്നൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോൺഗ്രസിന്റെ ഒരു സാമ്പ്രദായിക രീതി അനുസരിച്ച് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മത്സരിച്ച് ജയിച്ച് തിരൂരങ്ങാടിയിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട ചരിത്രം കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. സീനിയർ നേതാക്കന്മാരെ മറികടന്നാണ് AK ആന്റണി എന്ന മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണി എടുത്തു പരിശോധിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത EK നായനാരെ ഭരണം കിട്ടിയതിനു ശേഷം അവർ ഉപതെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം ഇടതുമുന്നണിക്കുണ്ട്. ഇങ്ങനെ പല ചരിത്രവും കേരള രാഷ്ട്രീയത്തിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ അവർ ചർച്ച ചെയ്തിരുന്നത് ഇടതുമുന്നണി നായനാരെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് അധികാരം ലഭിച്ചതിന് ശേഷം, വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷമാണ്. ഐക്യജനാധിപത്യ മുന്നണി അന്ന് AK ആന്റണിയെ തിരൂരങ്ങാടി മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ച് അധികാരം ലഭിച്ചതിന് ശേഷമാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ പേക്കൂത്തുകൾ കേരളത്തിലെ കോൺഗ്രസിന് തന്നെ അപമാനമായി മാറുകയാണ്. ഈ പ്രവർത്തകർ ഇങ്ങനെ തമ്മിലടിക്കുന്ന പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യമല്ലേ? തീർച്ചയായും പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തകർ തമ്മിലുള്ള ഒരു ഐക്യമാണ് എപ്പോഴും, അത് ഏത് പാർട്ടിയിൽ അല്ലെങ്കിൽ ഏത് മുന്നണിയിലായാലും അതിലെ പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം തന്നെയാണ് ആ പാർട്ടി ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെ ഒരു ഐക്യമില്ല. അത് ഇപ്പൊ മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കോൺഗ്രസിലെ തമ്മിത്തല്ല്, ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങളൊക്കെ. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഐക്യം കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ UDF-ന് കഴിഞ്ഞിരുന്നു. പക്ഷെ ആ ഐക്യം എല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തീർന്നു എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരാളെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നിയമിക്കുമ്പോൾ പ്രവർത്തകർ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. കാര്യം എത്രത്തോളം പ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആളിനെ ആയിരിക്കും ഹൈക്കമാൻഡ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയുന്ന പേര് ആരുടേതായിരിക്കും. ഇത്തരം ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങൾ ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകും. ഈ ആരെ മുഖ്യമന്ത്രി ആക്കിയാലും അത് എന്തായാലും ആരെ മുഖ്യമന്ത്രി ആക്കുമ്പോൾ ആരുടെ ഈ 3 പേരിൽ ആരുടെ പേര് നിർദ്ദേശിച്ചാലും പാർട്ടിക്കകത്ത് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളെ അല്ലെങ്കിൽ ആദ്യം VD സതീശിനെ രമേശ് ചെന്നിത്തലയുടെയും പേര് മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് കൂടി വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. കാര്യം പ്രവർത്തകർ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കണം എന്നില്ല. സാധാരണക്കാരായ പ്രവർത്തകർ ഇതൊക്കെ അംഗീകരിക്കും എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ. ഇപ്പോ KPCC ഒരു നേതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് പരസ്യ പ്രസ്താവന പാടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ഇനിയൊരു ചർച്ച ഉണ്ടാകരുതെന്നാണ്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC സർക്കുലർ ഇറക്കിയാൽ പോലും അത് നേതാക്കന്മാർ വകവെച്ച് കൊടുക്കാറില്ല. അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ജനാധിപത്യത്തിന്റെ ഏറ്റവും മുകൾത്തട്ടിലിരിക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നത്, ഒരു മാധ്യമങ്ങളുടെ മുമ്പാകെ ബൈറ്റ് കൊടുത്താൽ വലിയ പ്രശ്നമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു നേതാവിനെ പുകഴ്ത്തിയെഴുതുമ്പോൾ സ്വാഭാവികമായും മറ്റു വിഭാഗക്കാരൻ ഇയാളുടെ തെറ്റുകുറ്റങ്ങൾ എഴുതും. ഇത് പരസ്പരം തമ്മിലടിക്കുന്ന ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഒരേ കൊടി പിടിക്കുന്ന ആളുകളാണെന്നൊരു ബോധ്യം നേതാക്കന്മാർക്കുണ്ടാകട്ടെ. എന്തായാലും AICC എന്ത് നടപടി സ്വീകരിച്ചാലും ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് അംഗീകരിച്ചേ മതിയാവൂ. അവർ 2 നേതാക്കന്മാരെ തെറി പറയല്ലാണ്ട് ചില ആളുകൾ പാർട്ടി വിട്ടു പോയാലും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ
ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്കിൽ കുത്തിരിഞ്ഞ് എഴുതുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് എന്തായാലും ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുക എന്നത് മാത്രമേ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ. അതുവരെ സാമൂഹ്യ മതങ്ങൾ പരസ്പരം പോരടിച്ചാൽ നാളെ ഒരുമിച്ച് കൊടിപിടിക്കേണ്ടെന്നൊരു ബോധ്യം ഇത്തരക്കാർക്കുണ്ടായാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതാണ് എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.